2023 നമ്മൾ ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി, ട്രാവൽ കമ്പനി തുടങ്ങാനായിട്ട് നമ്മൾ അനൗൺസ് ചെയ്തപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു, ഇതൊന്നും എനിക്ക് പറ്റുന്ന പണികളൊന്നുമല്ലല്ലോ, നീ നാട്ടിൽ തായ്ലാൻഡോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസൊക്കെ നീ ആദ്യം ചെയ്യ്, അത് കഴിഞ്ഞിട്ട് ആഫ്രിക്കയും സൗത്ത് അമേരിക്കയൊക്കെ ചെയ്യാമെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ആദ്യം കുറച്ചൊക്കെ വിഷമമായി. നമുക്ക് അറിയുന്ന ആൾക്കാർ വരെ നമ്മളെ നെഗറ്റീവ് അടിപ്പിച്ചപ്പോൾ എനിക്ക് കുറേ വിഷമങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ യാത്രയിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ്, യൂണിക് എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകർക്കും മലയാളികൾക്കും എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യണം എന്നുള്ള ഒറ്റ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻ എന്ന കമ്പനി നമ്മൾ ഇങ്ങ് സൗത്ത് അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അതും ട്രാവൽ കമ്പനിയായിട്ട്. അത് നമുക്ക് UK-ലും US-ലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യെങ്കിലും ഇവിടെ അങ്ങനത്തെ ഒരു കമ്പനി തുടങ്ങി ഇന്ന് സൗത്ത് അമേരിക്കയിലത്തെ ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ ഒപ്പം നമ്മൾ യാത്ര ചെയ്യാം. ചെറിയ ഗ്രൂപ്പാണ്, 10 പേരിന് താഴെയുള്ളൊരു ചെറിയ ഗ്രൂപ്പാണ്. നമ്മൾ അങ്ങനത്തെ ഗ്രൂപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ആമസോൺ എക്സ്പെഡീഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യണത്, എനിക്ക് നിങ്ങളോട് പറയാൻ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായൊരു അനുഭവമാണ്. 100 പേര് നിങ്ങളെ നെഗറ്റീവ് അടിപ്പിച്ച് നിനക്ക് പറ്റില്ല, നിന്നെ കൊണ്ട് നടക്കണ കാര്യങ്ങളൊന്നുമല്ല, ഇത്രയ്ക്കും ബിഗ് പ്രൊജക്റ്റുകളൊന്നും നിന്നെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ നിങ്ങളോട് പല ആൾക്കാരും പറയും. പക്ഷെ നിങ്ങൾ ആരും വിശ്വസിക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കോൺഫിഡൻസ് കൊണ്ട് നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ പിന്നാലെ പോവുക. അങ്ങനെ നമ്മുടെ മനസ്സിൽ 100% നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം അത് സക്സസ് ആവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഞാൻ ഒരുപാട് പേരുടെ ഇൻസ്പിറേഷൻ ഇതേപോലെ കേട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ നടന്ന് ഞാൻ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുക, വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുക, ചുറ്റുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നിന്ന് വിട്ടു നിൽക്കുക. പരമാവധി നിങ്ങൾ നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം യാത്ര തുടങ്ങിയത് നമ്മൾ പെറുവിലെ മാച്ചു പിച്ചുന്നാണ്. ഈ ഒരു യാത്ര 5 വേൾഡ് വണ്ടേഴ്സ് കൂടിയില്ല, 2 വേൾഡ് വണ്ടേഴ്സും 3 നാച്ചുറൽ വണ്ടറും കൂടിയിട്ടുള്ള യാത്ര. അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ മാച്ചു പിച്ചൊക്കെ കറങ്ങി ഫുൾ പവറായിട്ട് വന്നു. ആദ്യത്തെ ദിവസം ആദ്യത്തെ സെക്ഷൻ. ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ 3 ദിവസം നമ്മൾ ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ്. ഇനി നമ്മൾ ഇവിടെ നേരെ ബ്രസീലിൽ യാത്ര തുടങ്ങണം. ക്രൈസ്റ്റ് റെഡീമർ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ. അപ്പോൾ എന്തായാലും ആദ്യത്തെ ഒരു എക്സ്പെഡീഷൻ നിങ്ങളെല്ലാവരും അനുഗ്രഹത്തിൽ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ വലുത് ചിന്തിക്കുക, നെഗറ്റീവ് ഗോളികൾ മാറ്റി നിർത്തുക.